ടി പി സി ജോർജിൻ്റെ വിഷയം നമ്മളൊന്ന് സംസാരിച്ചതാണ് നേരത്തെ. വീണ്ടും അദ്ദേഹം ഒരു പ്രസംഗത്തിൽ വീണ്ടും മുസ്ലിം വിരുദ്ധ പരാമർശം നടത്തിയെന്നൊക്കെയാണ് എല്ലാവരും പറയുന്നത്. എല്ലാവരും എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന് സ്ഥിരമായിട്ട് അദ്ദേഹത്തിനെതിരെ പറയുന്നത് ഈ ഭ്രാന്ത് കേട്ട് എന്താ അതിൽ മുസ്ലിം വിരുദ്ധത എനിക്ക് മനസ്സിലാവണില്ല. ലവ് ജിഹാദ് ഉണ്ടെന്ന് പറഞ്ഞാൽ മുസ്ലിം വിരുദ്ധതയാകുമോ? സുപ്രീം കോടതി ലവ് ജിഹാദ് ഇല്ല എന്ന് പറഞ്ഞു. എപ്പോഴാണ് ഇവരെ കടത്തി സിറിയയിലേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കൊണ്ടുപോയ കേസ് നടക്കുമ്പോഴാണ് ഈ ഒരു ചോദ്യവും ഉത്തരവ് NIA പറഞ്ഞു ലവ് ജിഹാദ് എന്ന് പറഞ്ഞ് ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ. ഇങ്ങനെ പെൺകുട്ടികളെ കൊണ്ടുപോയ ഒരു 4 കേസുകൾ ഞങ്ങളുടെ കയ്യിലുണ്ട് എന്ന് പറഞ്ഞു. ശരിയെന്ന് പറഞ്ഞു. കോർട്ട് അതിൻ്റെ പാട്ടിന് പ്രൊസീഡ് ചെയ്തു. സുപ്രീം കോടതി ലവ് ജിഹാദ് ഇല്ല എന്ന് പറഞ്ഞു. NIA ലവ് ജിഹാദ് ഇല്ല എന്ന് പറഞ്ഞു. അവരില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇത് ഇല്ലാതാകുന്നില്ലല്ലോ. അവർക്കിതുണ്ടെന്ന് പറയാനും പറ്റില്ല. വായിച്ചിട്ട് ആലോചിച്ച് നോക്ക്. കേരളത്തിൽ ക്വാറി മാഫിയ ഉണ്ടോ? ഉണ്ടെന്ന് നമുക്ക് 2 പേർക്കും അറിയാം. ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്കും അറിയാം. ബട്ട് സർക്കാരിൽ നിങ്ങൾ ചോദിക്കുക ക്വാറി മാഫിയ ഉണ്ടോ? ഇല്ലെന്ന് പറയും. ക്വാറി മാഫിയ എന്ന് പറഞ്ഞ് ബോർഡ് വെച്ച് ആരെങ്കിലും പ്രവർത്തിക്കുന്നുണ്ടോ? ഇല്ല. അതൊരു പ്രത്യേക സംവിധാനമാണ്. അണ്ടർഗ്രൗണ്ട് എന്ന് പറയാൻ പറ്റുമോ? ഇല്ല. ഓവർഗ്രൗണ്ടാണ്. അവർ ഭൂമിക്ക് അടിയിലൊന്നും അല്ല അവർ പ്രവർത്തിക്കുന്നത്, ഭൂമിയിൽ തന്നെയാണ്. യു ക്യാൻ ഫീൽ ക്വാറി മാഫിയ, ഫ്ലാറ്റ് മാഫിയ, ലാൻഡ് മാഫിയ, മയക്കുമരുന്ന് മാഫിയ, ഇതൊക്കെ നിങ്ങൾക്ക് ഫീൽ ചെയ്യാം. ബട്ട് ഇത് എവിടെയെന്ന് ചൂണ്ടിക്കാണിച്ച് അപ്പോൾ ഒരാളല്ലേ ആയുള്ളൂ. മാഫിയ എവിടെ? യു കനോട്ട് ഷോ ദാറ്റ്. അപ്പോൾ സർക്കാരിൽ നിയമസഭയിൽ ഒരാൾ ചോദിക്കുകയാണ് കേരളത്തിൽ ഇത് മയക്കുമരുന്ന് മാഫിയ ഉണ്ടോ? മാഫിയ ഉണ്ടോ ഇല്ലെന്ന് പറയാൻ പറ്റില്ല. കാരണം അങ്ങനെ ബോർഡ് വെച്ചാരും പ്രവർത്തിക്കുന്നില്ല. ബട്ട് ഇന്ന രീതിയിൽ മയക്കുമരുന്നിൻ്റെ വിൽപ്പന നടക്കുന്നുണ്ട്, ഉപഭോഗം നടക്കുന്നുണ്ട്, ഇത് പറയാൻ പറ്റും. ഇതാണ് ലവ് ജിഹാദിൻ്റെ കാര്യത്തിൽ സംഭവിക്കുന്നത്. ഈ ലവ് ജിഹാദ് 2 പേരെ ലവിലാകുന്നു. അതിൽ ജിഹാദ് ഉണ്ടോ ഇല്ലെന്ന് ആർക്കും പറയാൻ പറ്റില്ല. ഈ ആൺകുട്ടിയും പെൺകുട്ടിയും ഒരുപക്ഷെ ജിഹാദാണ് എന്ന് അറിയില്ല. ഇത് അറിയുന്നത് ഇതിൻ്റെ ഓപ്പറേറ്റേഴ്സിനാണ്. ഈ പെൺകുട്ടി ഇവൻ്റെ കൂടെ വീട്ടുകാർ സമ്മതിച്ചില്ല, ഒളിച്ചോടിപ്പോയി. അപ്പോഴും ലവ് ജിഹാദല്ല. അതൊരു സാധാരണ സംഭവമാണ്. വീട്ടുകാർ സമ്മതിച്ചില്ലെങ്കിൽ ഒളിച്ചോടി എവിടെയെങ്കിലും പോയി രജിസ്റ്റർ ചെയ്യുക, ഇതൊക്കെ സ്വാഭാവികമാണ്. ഒരു 6 മാസം കഴിയുമ്പോൾ സത്യസരണി നിങ്ങളുടെ ഫോൺ വരും. അമ്മച്ചി ഞാൻ സത്യസരണി, നീ എവിടെ പോയി മോളെ? ഇവർ പോലീസിൽ പോകും. പോലീസിൽ പോകാൻ പറ്റില്ല. കാരണം കുടുംബത്തിന് ചീത്തപ്പേരല്ലേ. പോലീസിൽ പോയി FIR ആയി കഴിഞ്ഞാൽ യുവതിയെ കാണാനില്ല, ചാനലുകാരിൽ അങ്ങോട്ട് വീഴുന്നു. ഇപ്പം 2 പേരെ കൊണ്ടുപോയില്ലേ ഏതോ ഒരുത്തൻ മുംബൈക്ക്. ആദ്യം അവരുടെ പേര് TV വന്നിരുന്നു. അവരെ കിട്ടിക്കഴിഞ്ഞപ്പോൾ പിന്നെ അവരുടെ പേര് കാണുന്നില്ല. അതെന്താ പേര് പറയാത്ത? പിന്നെ പേര് പറയാതിരിക്കുന്നതാണ് അതിൻ്റെ മര്യാദ. കാരണം ആ പെൺപിള്ളേർക്ക് ഇനിയും ജീവിക്കേണ്ടതെന്ന്, ജീവിതം മുന്നോട്ടില്ല അവരുടെ. ഇതാണ് ഇവളാണ് ചാടിപ്പോയത്. അല്ല പൂനെയിലൊക്കെ പോയി ഹെയർ ഡ്രസ്സൊക്കെ ചെയ്ത് ആ കക്ഷിയല്ലേ ഇത്? ഇങ്ങനെ പറഞ്ഞ് ഈ പെൺകുട്ടിക്ക് ജീവിക്കാൻ പറ്റുമോ? ഒരു അവിവേകം കാണിച്ചു പോയതിൻ്റെ പേരിൽ ജീവിതകാലം മുഴുവൻ ഈ ചീത്തപ്പേര് കേൾപ്പിച്ചുകൊണ്ടിരിക്കാൻ പറ്റുമോ? അതുകൊണ്ട് ഇതാരും പുറത്ത് പറയില്ല. PC ജോർജിനോട് 400 കേസ് കണക്ക് കൊണ്ടുപോകാം. PC ജോർജ് അതേ പ്രസംഗത്തിൽ പറയുന്നുണ്ട്, ഇന്നലെ രാത്രി 9:30 മണിക്ക് ഭരണങ്ങാനത്തുനിന്ന് ഒരെണ്ണം പോയിട്ടുണ്ട്, തപ്പിക്കൊണ്ടിരിക്കുക. പറഞ്ഞല്ലേ, ഭരണങ്ങാനം പോലീസ് സ്റ്റേഷനിൽ ചാനലുകാർക്ക് ഫോൺ ചെയ്യാമല്ലോ. ഏതാ സാറേ മാൻ മിസ്സിങ് കേസ്, ഗേൾ മിസ്സിങ് കേസ് ചോദിക്കാമല്ലോ. ചോദിക്കില്ല. ഇപ്പം PCയോ ഇതുപോലെയുള്ള പൊതുപ്രവർത്തകർക്കും ഒക്കെ ഒരുപാട് രഹസ്യങ്ങളറിയാം. ഇടവക വികാരിക്കറിയാം, ചിലപ്പോൾ ബന്ധുക്കൾ മാത്രം അറിയും. ആരോടും പറയണ്ട എന്ന് തീരുമാനിക്കും. കാരണം ഒരു പെണ്ണിൻ്റെ അന്തസ്സിൻ്റെ പ്രശ്നമാണ്, കുടുംബത്തിൻ്റെ അന്തസ്സിൻ്റെ പ്രശ്നമാണ്. ഇതിന് താഴെ പെൺകുട്ടിയുണ്ടെങ്കിൽ അവളുടെ കല്യാണത്തെ ഇത് അഫക്റ്റ് ചെയ്യും. ആർക്കെങ്കിലും ഇത് പുറത്ത് പറയാൻ പറ്റുമോ? എന്നിട്ട് ഇവർ ആർത്ത് വിളിച്ചിട്ട് കണക്കുണ്ട്, ആളെ പറ, ആരാണ് 400 പേർ എന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തി. ആ കാരണവർ പറഞ്ഞ് ഞാൻ പറയാൻ പോണില്ല, ഞാൻ പറയില്ല 400 പേർ ആരാണ്, നിങ്ങൾ കണ്ടുപിടിച്ചു. അപ്പോൾ അതൊരു ഇഷ്യൂ. പിന്നെ ലവ് ജിഹാദ് ഇല്ല എന്ന് ഹൈക്കോടതി വിധിച്ചു. എവിടെ വിധിച്ചു? ഞാൻ പറയട്ടെ, 2009 KT ശങ്കരൻ്റെ ജഡ്ജ്മെൻറ്റ് 2 ആൺപിള്ളേരുടെ
അവരുടെ പേരൊക്കെ എനിക്ക് ഓർമ്മയുണ്ട് കേട്ടോ. ഞാനത് വീണ്ടും ഈ എവിടെയെങ്കിലും അവർ ജീവിക്കുന്നുണ്ട്, അവർ ജീവിച്ചു പൊക്കോട്ടെ, എന്തിനാന്നൊക്കെ പറഞ്ഞ് വഷളാക്കുന്നത്. അങ്ങനൊരു കേസുണ്ടായി. മുൻകൂർ ജാമ്യം വേണം. മുൻകൂർ ജാമ്യം നിഷേധിച്ചുകൊണ്ട് ജസ്റ്റിസ് കെ ടി ശങ്കരൻ എഴുതിയ ജഡ്ജ്മെൻറ്റിൽ ഈ ലവ് ജിഹാദ്, റോമിയോ ജിഹാദ് എന്നുള്ള വാക്കോ ബോർഡോ ഒന്നും ആരും ഉപയോഗിക്കുന്നില്ല. പക്ഷേ ഈ പ്രക്രിയ നടക്കുന്നുണ്ട് എന്ന് 14-ൽ 13 ജില്ലാ സൂപ്രണ്ടുമാരും റിപ്പോർട്ട് കൊടുത്തു. ആ റിപ്പോർട്ടിൻ്റെ ബേസിൽ കെ ടി ശങ്കരൻ എഴുതി കേരളത്തിൽ ഈ നിർബന്ധിത മതപരിവർത്തനം തടയുന്ന ഒരു നിയമം കൊണ്ടുവരാൻ സർക്കാർ ആലോചിക്കണം. നിയമം കൊണ്ടുവരണമെന്ന് ജഡ്ജിക്ക് എഴുതാൻ പറ്റില്ല, നിർദ്ദേശം കൊടുക്കാൻ പറ്റില്ല. നിയമം നിർമ്മിക്കേണ്ടത് ലെജിസ്ലേറ്റീവാണ്. അതുകൊണ്ട് കൺസിഡർ മേക്കിംഗ് സച്ച് എ ലോ എന്ന് പറഞ്ഞാണ് ആ ജഡ്ജ്മെൻറ്റ് അവസാനിക്കുന്നത്. ഇത് കഴിഞ്ഞിട്ട് ഇതിനെന്ത് സംഭവിച്ചു എന്ന് ആരും ചിന്തിക്കുന്നില്ല, അന്വേഷിക്കുന്നുമില്ല. ഇത് കഴിഞ്ഞ് സംഭവിച്ചത് ഞങ്ങൾ ഇനി ഈ പെൺകുട്ടികളെ ഉപദ്രവിക്കില്ലെന്നും അവരവരുടെ പാട്ടിനും ജീവിച്ചോട്ടെ, ഞങ്ങൾ ഞങ്ങളുടെ പാട്ടിന് പോവുകയാണെന്നും പറഞ്ഞ് ആ കേസ് തീർന്നു. ആ കേസ് തീരുമ്പോൾ ഹൈക്കോടതിയിൽ കൊടുത്ത കേസല്ലേ, അത് പുറത്ത് വെച്ച് നിങ്ങൾ സെറ്റിൽ ചെയ്യുമ്പോൾ ആ സെറ്റിൽമെൻറ്റ് ഹൈക്കോടതിയെ കാണിക്കണം, എന്നിട്ട് കേസ് പിൻവലിക്കാൻ അനുവദിക്കണം എന്ന് പറയണം. അതാണ് അതിൻ്റെ പ്രൊസീജിയർ. അല്ലെങ്കിൽ ഹൈക്കോടതി കേസുമായിട്ട് മുന്നോട്ട് പോകും, പിന്നെ നിങ്ങൾ വക്കീലിന് കാശ് കൊടുക്കണം, വക്കീൽ അവിടെ ഹാജരാവണം. അപ്പോൾ ഇതിന് കേസ് കോമ്പൗണ്ട് ചെയ്യുകയെന്ന് പറയും. ഒഫൻസ് കോമ്പൗണ്ട് ചെയ്തു, രണ്ട് പാർട്ടിയും തമ്മിലിരുന്നിട്ട് അമിക്കബിളായിട്ട് സെറ്റിൽ ചെയ്തു, ഇപ്പോൾ പ്രശ്നമൊന്നുമില്ല. അങ്ങനെ പ്രശ്നമില്ല എന്ന് പറഞ്ഞ് ഒരു കരാർ എഴുതി. കരാർ എഴുതിയത് തിരുവനന്തപുരത്ത് കൻ്റോൺമെൻറ്റ് ASIയുടെ അധ്യക്ഷതയിലാണ്. ASI ഇനി പ്രശ്നമൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞ് എല്ലാം എഴുതി തയ്യാറാക്കി. ഈ ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയും ഒപ്പും വിരലടയാളവും വാങ്ങിച്ച് ഹൈക്കോടതിയിൽ കൊണ്ടുവന്ന് സബ്മിറ്റ് ചെയ്തു. അപ്പോൾ ജസ്റ്റിസ് M. ശശിധരൻ നമ്പ്യാരിനെ അറിയാമല്ലോ. ഇപ്പോൾ എല്ലാവരും ഒന്ന് ഓർക്കും അദ്ദേഹത്തെ. 98 ലക്ഷം രൂപയാണ് അദ്ദേഹത്തെ ഈ സൈബർ തട്ടിപ്പിൽ അദ്ദേഹത്തിന് നഷ്ടപ്പെട്ടത്. 20 ലക്ഷം തിരിച്ചു കിട്ടി എന്നൊക്കെ പറഞ്ഞ് വാർത്തയുണ്ട്. അപ്പോഴാണ് ആൾക്കാർ വീണ്ടും ശശിധരൻ നമ്പ്യാരെ കേൾക്കുന്നത്. ഈ ഒത്തുതീർപ്പ് വ്യവസ്ഥ ശശിധരൻ നമ്പ്യാരുടെ മുമ്പിലാണ് കോമ്പൗണ്ട് ചെയ്ത് കേസ് അവസാനിപ്പിക്കണമെന്ന് സാർ പറഞ്ഞു. ശശിധരൻ നമ്പ്യാർ സാർ ഇതെടുത്തിട്ട് ചോദിച്ചു, ഇതെന്താ ഒപ്പും വിരലടയാളവും? ഒപ്പ് മാത്രം പോരെ, അല്ലെങ്കിൽ വിരലടയാളം. വിദ്യാഭ്യാസം ഇല്ലാത്തവരാണെങ്കിൽ വിരലടയാളം. അപ്പോൾ പോലീസുകാർ പറഞ്ഞു, അല്ല അത് ഒന്നുകൂടെ ഉറപ്പിക്കാൻ തെമ്മാടിത്തരം കാണിക്കുന്നു. എന്താ ഈ ഒന്നുകൂടെ ഉറപ്പിക്കൽ? ഇത് അവരെ ഒരുമാതിരി ഭീഷണിപ്പെടുത്തുന്ന പോലെയാണ്. ഒപ്പിട്ടു, വിരലടയാളം വിരലടയാളം വെച്ചു, ഇനി തലയും കൂടെ. എന്തെന്നാണ് ഇത്? വൈ ആർ യു ഫോഴ്സിങ് പീപ്പിൾ? നിങ്ങളൊക്കെ കൂടെയാണ് ഈ വേണ്ടാത്ത ലവ് ജിഹാദ് അത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നടക്കുന്നത് എന്ന് പറഞ്ഞു. ബട്ട് ഫൈനലി ഈ എഗ്രിമെൻറ്റ് അദ്ദേഹം അക്സെപ്റ്റ് ചെയ്തിട്ട് കേസ് ക്ലോസ് ചെയ്ത് വിട്ടു. ജഡ്ജ്മെൻറ്റിലൊന്നുമില്ല. ഇത് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, ലവ് ജിഹാദ് അത് ഇതെന്നൊക്കെ പറഞ്ഞിട്ട് മനുഷ്യനെ ശല്യം ചെയ്യാനായിട്ട് എന്ന് പറഞ്ഞു. എന്ന് വെച്ചാൽ കോടതിയുടെ സമയം മെനക്കെടുത്ത് കാണില്ലോ ഇത്. ഈ ഒത്തുതീർപ്പായി കഴിഞ്ഞാലും പലപ്പോഴും കോടതിക്ക് ദേഷ്യം വരും. എന്നാൽ പിന്നെ കേസിന് വന്നതെന്താ, അതിന് മുമ്പേ അങ്ങ് തീർക്കരുതോ? ഞങ്ങൾ പകുതി പ്രൊസീഡ് ചെയ്ത് കഴിയുമ്പോഴാണ്, സാർ ഞങ്ങളുടെ വഴക്ക് തീർന്നു, ഇനിയിപ്പോൾ കേസ് വേണ്ട, ചൊറിഞ്ഞു വരാതിരിക്കും, പിന്നെ എന്നെ മെനക്കെടുത്ത് എന്തിനാ ഇത്രയും ദിവസം. ഇതൊക്കെ ശശിധരൻ നമ്പ്യാർ ചോദിച്ചു എന്ന് ഞാൻ ആ കോർട്ടിലുണ്ടായിരുന്നില്ല കേട്ടോ. ചോദിച്ചു എന്ന് മനോരമയിൽ വാർത്ത വന്നു. അത് വെച്ചിട്ടാണ് ഇവർ പറയുന്നത് ലവ് ജിഹാദില്ല എന്ന് കേരള ഹൈക്കോടതി പറഞ്ഞു. ആ ജഡ്ജ്മെൻ്റ് ഒന്ന് കാണിച്ചു തന്നാൽ മതി, എന്നെ ഞാൻ സമ്മതിക്കാം. ദർ ഈസ് നോ ലവ് ജിഹാദ് എന്നൊരു ജഡ്ജ്മെൻറ്റ് കാണിച്ചു തന്നാൽ മതി. ഇല്ല, ഇങ്ങനെ ഒരു സംഭവം ആ കൂട്ടത്തിൽ പുള്ളി പറഞ്ഞു എന്ന് മനോരമ റിപ്പോർട്ട് ചെയ്തത് എനിക്കറിയില്ല. മനോരമ റിപ്പോർട്ടർ എത്ര കണ്ട് സത്യസന്ധമായിട്ട് അത് ചെയ്തു എന്നും എനിക്കറിയില്ല. ബട്ട് മനോരമയിൽ ഇത് വന്ന് ഞാൻ വായിച്ചതാണ്. ജഡ്ജി പൊട്ടിത്തെറിച്ചു. ഈ ഒപ്പും വിരലടയാളം വാങ്ങിച്ചതിനാണ് പുള്ളി വഴക്ക് പറഞ്ഞ കൂട്ടത്തിൽ ഇതും പറഞ്ഞു എന്ന് പറഞ്ഞിട്ടാണ് വാർത്ത. ആ വാർത്ത ഓർമ്മയിൽ വെച്ചിട്ടാണ് ഇവർ ജഡ്ജ്മെൻറ്റ് എന്നൊക്കെ പറയുന്നത്. ഒരു മനുഷ്യൻ്റെ കയ്യിൽ ആ ജഡ്ജ്മെൻറ്റ് ഇല്ല എന്ന് ഞാൻ ഉറപ്പിച്ച് പറയാം. അതുകൊണ്ടാണ് പലരും 2017 2018 എന്നൊക്കെ പറയുന്നത്. 2017-18 ആവാൻ വഴിയില്ല അത്. കാരണം കെ ടി ശങ്കരൻ്റെ മുമ്പിൽ ഈ മാറ്റർ വരുന്നത് 2009 അത് ഒത്തുതീർപ്പാക്കാനായിട്ട് 2017 വരെ കാത്തിരിക്കേണ്ട കാര്യം എന്താ? ഇല്ലില്ല, ആ സമയത്ത് തന്നെയാണ് ഇത് പറഞ്ഞതായിട്ടുള്ള വാർത്ത. 1-2 ആഴ്ചയ്ക്കുള്ളിൽ അവർ രണ്ടിനും 2 പാത്രമായി, ഇനി വഴക്കില്ല എന്ന് പറഞ്ഞിട്ട് അങ്ങ് തീരുകയായിരുന്നു. ഇറ്റ് വാസ് ആൻ അറ്റംപ്റ്റഡ് ലവ് ജിഹാദ് വിച്ച് ഫെയിൽഡ്.
അപ്പോൾ ഈ ലവ് ജിഹാദാണ് എന്ന് തിരിച്ചറിയുമ്പോഴത്തേക്കും ഈ പെൺകുട്ടി തിരിച്ചു വരാനാവാത്ത ഒരു പാതയിലായി കാണും. പിന്നെ അത് മനമര്യാദകൾ ഒരു കേസിന് പോവില്ല. ഇനി കേസിന് പോയവരുടെ സ്ഥിതി എന്താ? വൈക്കത്തുകാരൻ ഒരച്ഛൻ കേസുമായിട്ട് മുന്നോട്ട് പോയി. ടി വിയിൽ വന്നല്ലോ, നിങ്ങൾക്ക് കണക്ക് ബോധ്യപ്പെട്ടല്ലോ, നിങ്ങളെല്ലാം കൂടെ വെള്ളപൂശി രക്ഷിച്ചെടുത്തല്ലോ, നിങ്ങളുടെ ആളിനെ എടുത്തു. തിരുവനന്തപുരത്തെ ഒരമ്മ ചാനൽ മുഴുവൻ തേങ്ങിക്കരഞ്ഞുകൊണ്ടിരുന്നല്ലോ. ഇതൊക്കെ നമ്മുടെ കൺമുമ്പിൽ നടന്നതല്ലേ. ഇനി തെളിവ് കൊണ്ടുപോകാം. ഇതിൽ കൂടുതൽ എന്താ തെളിവ് വേണ്ടേ? ഈ ഒരു പറ അരി ഇട്ട് വെച്ചാലും 2 എടുത്ത് ഞെരടി നോക്കിയാൽ പോരെ വെന്തോ ഇല്ലയെന്ന് അറിയാൻ. ഇതുണ്ടോ ഇല്ലയെന്ന് അറിയാനായിട്ട് ഈ 2 കേസുകൾ പോരെ. ഇപ്പം നിങ്ങൾക്ക് കേസിൻ്റെ ഡീറ്റെയിൽസ് അറിയേണ്ടത് എന്താണെന്ന് വെച്ചാൽ വെള്ളപൂശാൻ വേണ്ടിയിട്ടാണ്. ഇസ്ലാമിനെ വെള്ളപൂശി രക്ഷപ്പെടുത്തണം, ബാക്കിയുള്ളവർ എങ്ങനെയെങ്കിലും തൊലയട്ടെ. ഈ പൊളിറ്റിക്സാണ് നിങ്ങളുടെ. ആ പൊളിറ്റിക്സിന് നിന്ന് തരാൻ ജോർജ് തയ്യാറല്ല. ജോർജ് അതിൻ്റെ കൂടെ ഇവരെയൊക്കെ ക്ഷോഭിപ്പിക്കുന്ന ഒരു വസ്തുതയും കൂടെ പറഞ്ഞു. നമ്മൾ ഈ പോരാടുമ്പോൾ ഹിന്ദു സഹോദരന്മാരെ കൂടെ നമ്മളെ കൂടെ കൂട്ടണം. അതോടെ ഇവരാകെ വശകേടായി. കാരണം ഒരു ക്രിസ്ത്യൻ ഹിന്ദു യൂണിറ്റി കേരളത്തിലുണ്ടായി വരുന്നു, കാസ വഴിക്ക് അങ്ങനെയൊക്കെ അവർക്ക് പരാതിയുണ്ട്. അപ്പോഴാണ് ഇദ്ദേഹം ഈ ബോംബെടുത്ത് ഇടുന്നത്. മാത്രമല്ല അവർ മണിപ്പൂർ വെച്ച് ഒരുപാട് ഇതിന് പാരവയ്ക്കാൻ നോക്കി, എന്നിട്ടും ഈ യൂണിറ്റി വർദ്ധിച്ചു വരുന്നതല്ല, അത് കുറയുന്നില്ല. അപ്പോൾ ഇപ്പോൾ ജോർജ് ഈ പ്രശ്നം എടുത്തിരുന്നപ്പോൾ അവർക്ക് ബാലൻസ് തെറ്റിപ്പോയി. അതുകൊണ്ടാണ് ഡിസ്പ്രപ്പോർഷനേറ്റായിട്ട് ചൂടായിക്കൊണ്ടിരുന്നത്. ഞാനാകെ 2 ഡിബേറ്റാണ് ഞാൻ ശ്രദ്ധിച്ചത്. ഒന്ന് ന്യൂസ് 18 അപർണ, 2 24 ഹാഷ്മി. അപർണയുടെ എന്തൊരു അസാമാന്യമായ ഡെസിബലിലാണ് അപർണ സംസാരിച്ചുകൊണ്ടിരുന്നത്. എന്തോ അപർണയ്ക്ക് പേഴ്സണലി എന്തോ അപമാനം സംഭവിച്ചു എന്നുള്ള മട്ടിൽ. എന്തിനാണ് അത്രയും ആവേശഭരിതയായത് എനിക്ക് മനസ്സിലാവണില്ല. എനിവേ ബട്ട് ഷീ ഡിഡ് ദാറ്റ്. ഹാഷ്മി ആ ചാനലിൽ ഈ ലവ് ജിഹാദ് ഉണ്ട് എന്ന് ആർഗ്യൂ ചെയ്യുന്ന ആൾക്കാരെ ഉണ്ടല്ലോ, അവരെ സംസാരിക്കാൻ സമ്മതിക്കാതെ നിരന്തരം തടസ്സപ്പെടുത്തുകയും പരിഹസിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടിരുന്നു ഹാഷ്മി. സോ ദർ പർപ്പസ് ഈസ് ഷുവർ. ഈ ഒരു ഹിന്ദു ക്രിസ്ത്യൻ യൂണിറ്റി ഉണ്ടാകുമോ എന്നുള്ള പർപ്പസാണ്. അല്ലാതെ ഇസ്ലാമിനെ രക്ഷപ്പെടുത്തുക എന്നുള്ളൊരു പർപ്പസും കൂടെ ഉണ്ടാവാം. ബട്ട് ഹിന്ദു ക്രിസ്ത്യൻ യൂണിറ്റിയാണ് ഇവരെ ഹാലിളക്കം ഉണ്ടാക്കുന്നത് ഇവരുടെ മനസ്സിൽ. ഈ പോപ്പുലർ ഫ്രണ്ടിൻ്റെ ഒരു സമയത്തുള്ള ഒരു ലഘുലേഖ കണ്ടിരുന്നു. അതായത് ഇപ്പോഴല്ല, കുറേ വർഷം മുന്നെയാണ്. അന്ന് പറഞ്ഞു വെച്ചാൽ സാധാരണ ഈ മുസ്ലിം സംഘടനകൾ ചെയ്യേണ്ട ഒരു കാര്യമാണ് ദാവാന്ന് എന്തോ ആണ് പറയുന്നത്, അതായത് മതപരിവർത്തനം, ഈ മതത്തിലേക്ക് ആളെ. അപ്പോൾ അത് കൃത്യമായിട്ട് മുസ്ലിം സംഘടനകൾ ചെയ്യുന്നില്ല. അത് ചെയ്യണം എന്നുള്ളത് പോപ്പുലർ ഫ്രണ്ടിൻ്റെ ഒരു നയമാണ്. ആ ചെയ്ത കണക്കുൾപ്പെടെ ഒരു ലഘുലേഖ ആ സമയത്ത് കണ്ടിരുന്നു. അത് റിഹാബ് ഫൗണ്ടേഷൻ്റെ പേരിലായിരുന്നു അത്. അപ്പോൾ അങ്ങനെ ഇത് ചെയ്യുന്നു എന്നുള്ളത് സത്യമാണ്. അത് ചെയ്യുന്നു എന്നുള്ളത് സത്യമാണെന്ന് എല്ലാവർക്കും അറിയാം. പക്ഷേ ഈ ചെയ്തു എന്ന് പുറത്ത് പറയാൻ പറ്റുമോ വൈദ്യുതി? അതാണ് പ്രശ്നം. അതെ, നമ്മുടെ ആരുടെയെങ്കിലും മകളാണ് അല്ലെങ്കിൽ സഹോദരി ആരെങ്കിലും ഇതുപോലത്തെ കുടുക്കിൽ ചെന്ന് പെട്ടാൽ ഈ വാർത്ത പുറത്ത് വരാതിരിക്കാനല്ലേ നമ്മൾ ശ്രമിക്കുകയുള്ളൂ. കുടുംബത്തിൽ തന്നെ 3-4 പേര് മാത്രം അറിഞ്ഞ് എങ്ങനെയെങ്കിലും അത് ഹഷപ്പ് ചെയ്യാൻ ശ്രമിക്കും. ഇത് അവിഹിത ഗർഭം പോലെയാണ്. അവിഹിത ഗർഭത്തിൻ്റെ ഉത്തരവാദി ആരാണെന്ന് ആ പെണ്ണിനെ കൊണ്ട് പറയിക്കുക, ആ പെണ്ണിനെ TV സ്റ്റുഡിയോയിൽ കൊണ്ടുവരിക. വാട്ട് ഈസ് ദിസ്? ഇത്ര സ്ത്രീവിരുദ്ധമായിട്ടാണ് മലയാള മാധ്യമങ്ങൾ ചിന്തിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇവർക്ക് കുടുംബത്തിലെ ഒരു ഡൈനമിക്സ് മനസ്സിലാവുന്നില്ല, അഥവാ മനസ്സിലായില്ല എന്ന് നടിക്കുന്നു. കോമ്പറ്റീറ്റീവ് ജേർണലിസം നടത്തുന്നു, ആൾക്കാരെ TV കൊണ്ടുവരിക, എന്നിട്ട് എന്തെങ്കിലുമൊക്കെ വിളിച്ച് പറയിക്കുക. മാന്യന്മാരെ പറ്റി ഇപ്പോൾ ഹേമ കമ്മിറ്റി വന്നപ്പോൾ അങ്ങനെയല്ലേ സംഭവിച്ചത്? നാട്ടിലെ മാന്യന്മാരെ പറ്റി എല്ലാ അപഖ്യാതി പറയുന്ന കുറേ പെണ്ണുങ്ങളെ കൊണ്ടുവന്നിരുത്തിയിട്ട് എന്നെ അങ്ങനെ ചെയ്തു, ഇയാൾ ചെയ്തു, അയാൾ. ഈ എത്ര പേരാണ് ചുമ്മാ അവരൊക്കെ ചീത്തപ്പേരിൽ പെട്ടു. ഒടുവിലെന്താ, എത്ര പേര് ആക്ച്വലി കുടുങ്ങി? നിങ്ങൾ വലിയൊരു വല വീശി കഴിഞ്ഞ് അതിനകത്ത് കുടുങ്ങിയവർ നിരപരാധിയാണോ അപരാധിയാണോ, ഇതൊക്കെ കൺസെൻറ്റോടെ ചെയ്തതാണോ? പലതും കേട്ട് കഴിഞ്ഞാൽ കൺസെൻറ്റോടെയാണെന്ന് നമുക്ക് തന്നെ മനസ്സിലാവും. കൺസെൻറ്റോടെ ഓരോ കാര്യം ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ തിരിഞ്ഞ് കേസ് കൊടുക്കുന്ന സമ്പ്രദായം ഉണ്ടല്ലോ. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ ദുരിതം. ഇവർ വാസ്തവത്തിൽ ഫാമിലി ഡൈനമിക്സ് മനസ്സിലാക്കി ഈ കാര്യത്തിൽ ഗൗരവമായ ഒരു ചർച്ചയ്ക്ക് തയ്യാറാണെങ്കിൽ ഒരുപക്ഷെ ഈ ഡീറ്റെയിൽസ് കൊടുക്കാൻ മറ്റേ കക്ഷിയും തയ്യാറാകും.
നിങ്ങൾ നിഷ്പക്ഷരാണ് എന്ന് ബോധ്യം വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡീറ്റെയിൽസ് തരാൻ ആരും മടിക്കില്ല. ബട്ട് നിങ്ങൾക്കൊരു പക്ഷമുണ്ട്, നിങ്ങൾ ആരെയോ വെളുപ്പിക്കാനായിട്ടാണ് ഈ ചർച്ചകൾ നടത്തുന്നതും ഈ ബഹളം വയ്ക്കുന്നത്. അല്ലെങ്കിൽ നിങ്ങൾ ബഹളമൊന്നും വയ്ക്കാതെ സൗമ്യമായിട്ട് പി സി ജോർജിനെ ചെന്ന് കണ്ടിട്ട് ഏതാ സാറേ കേസ് എന്ന് ചോദിച്ചേനെ. അത് ചോദിച്ചില്ലല്ലോ, പബ്ലിക്കിൽ ബഹളം വയ്ക്കുകയല്ലേ ചെയ്യുന്നത്. അതുകൊണ്ട് പി സി ജോർജ് അത് കൊടുക്കുകയില്ല. പിന്നെ കേസ് ഇപ്പം പോലീസിൻ്റെ FIRൻ്റെ ബുക്കുണ്ട്, ആരുടെ പേരിലാണ് കേസ് എടുക്കാൻ പറഞ്ഞാൽ ചുമ്മാ അങ്ങ് എടുത്തു പോകും, കാണാം നമുക്ക്.